ഹായ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അതായത് 333 ടെക്നിക്ക്. 3 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നമ്പറാണ്, അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ഈ യൂണിവേഴ്സൽ നമ്പറിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ക്വിക്ക്ലി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഉള്ള ടെക്നിക്കാണ് 333 ടെക്നിക്ക്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, നമ്മൾ പെട്ടെന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ 33 ടൈംസ് 3 ഡേയ്സ് നിങ്ങൾ എഴുതുവാണ്. മനസ്സിലായോ? 3 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും അതിനുള്ള ബലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ ഈ 33 ടൈംസ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഫുൾ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ വൈബ്രേഷൻ ഉണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആയിരിക്കും. കാരണം നമ്മൾ 100% അതിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അപ്പം ആ 100% നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഹൈ ഫ്രീക്വൻസിയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതെന്നുള്ളത്. ആ ഹൈ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് എന്ത് ചെയ്യും? പുറത്തേക്ക് പാസ് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് പാസ് ചെയ്തിട്ട് അത് പ്രകൃതിയിലേക്ക് പോയിട്ട് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന് അതിലേക്കുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നമ്മളിലേക്ക് കണക്ട് ചെയ്ത് 3-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഞാൻ പരീക്ഷിച്ചിട്ടുള്ള ടെക്നിക്കാണ്, ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണ്. നിങ്ങൾക്കും ആ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ നിങ്ങൾ അറിയിക്കുക. നമ്മളിലേക്ക് ആളുകൾ കണക്റ്റായി വരുന്നതും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കണക്റ്റായി വരുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. മാക്സിമം 3 ഡേയ്സിനുള്ളിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കൊരു ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഫർമേഷൻസ് എഴുതുകയാണ്, നമ്മളത് വിഷ്വലൈസ് ചെയ്യുകയാണ്, നമ്മൾ ലോട്ടറി വാങ്ങാൻ പോകുന്നതും ലോട്ടറി എടുത്തതായിട്ടും അല്ലെങ്കിൽ ആ ലോട്ടറിയുടെ ഡ്രോ നമ്മൾ നോക്കുന്നതായിട്ടും ആ ലക്കി ഡ്രോയിൽ നമ്മൾ വിന്നർ ആവുന്നതും ആ പൈസ കൊണ്ടിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ അഫർമേഷൻസ് എഴുതി, പക്ഷേ ലോട്ടറി നമ്മൾ എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റും? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അഫർമേഷൻസ് എഴുതുന്നതോടൊപ്പം വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആക്ഷനും എടുക്കണം. അവിടെ നമ്മളത് വാങ്ങണമല്ലേ, വാങ്ങിയാലേ നമുക്ക് അടിക്കത്തുള്ളൂ. ഓരോ പ്രാവശ്യം നമ്മൾ എഴുതുമ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്യുകയാണ്, അത് നടന്നു കഴിഞ്ഞതായിട്ട്. ഒരു ജോബ് ആണെങ്കിൽ ആ ജോബ് കിട്ടിക്കഴിഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ നമുക്ക് ആ ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മളിങ്ങനെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം ആ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷനാണ്. അതിൽ നിന്നും ഹൈ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ആണ് പാസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈ എനർജി, ഹൈ വൈബ്രേഷൻ, അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പ്രകൃതിശക്തി നമുക്ക് കണക്ട് ചെയ്ത് തരും. അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും.